+1 കെമിസ്ട്രിയിൽ ഞങ്ങൾക്ക് ചാപ്റ്റർ 3 ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും അതുപോലെ വളരെ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. എന്നാൽ അതൊന്ന് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. സോ എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നും എങ്ങനെ ആയിരിക്കും അതിൻ്റെ വേരിയേഷൻ ഗ്രൂപ്പിലും പീരീഡിലും ഒന്നായിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്, ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എൻതാൽപ്പി അല്ലെങ്കിൽ എനർജി. ഇപ്പോൾ നോക്കിക്കോ, ഒരു ആറ്റം എടുക്കുകയെന്ന് വെച്ചോ, ഒരാറ്റത്തിൽ അതിൻ്റേതായിട്ടുള്ള ഇലക്ട്രോൺ അതിൻ്റെ ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ അതിലോട്ട് ഒരു ഇലക്ട്രോണേയും കൂടി ഗെയിൻ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അതിന് ന്യൂക്ലിയസ് ആയിരിക്കും അതിനെ അട്രാക്ട് ചെയ്യുക. അതിന് ഇലക്ട്രോണെ ഒന്ന് ഗെയിൻ ചെയ്ത് അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലോട്ട് നമ്മൾ വരുത്തി കഴിയുമ്പോൾ അവിടെ എന്ത് പറ്റും? എനർജി റിലീസ് ചെയ്യും. ഒരു ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുന്ന സമയത്ത് എനർജി റിലീസ് ചെയ്യും. അങ്ങനെ റിലീസ് ചെയ്യുന്ന ആ എനർജിയുടെ എമൗണ്ടിനെ, ഇറ്റ് ഈസ് എനർജി റിലീസ് വെൻ ആൻ ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു ആൻ ഐസൊലേറ്റഡ്. ഒരു ഇലക്ട്രോൺ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ഇതിന്റെ വാല്യൂ എപ്പോഴും എനർജി റിലീസ് ചെയ്ത് പുറത്തോട്ട് പോകുന്ന എനർജി ആയതുകൊണ്ട് നെഗറ്റീവ് വാല്യൂ ആണ് എപ്പോഴും വരാം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. പക്ഷേ ഇത് നമ്മൾ നോർമലി അയണൈസേഷൻ എൻതാൽപ്പി ഒക്കെ പഠിക്കുമ്പോൾ വേരിയേഷൻ ഇൻക്രീസസ് ഡിക്രീസസ് എന്നല്ല നോക്കുക. ഈ നെഗറ്റീവ് വാല്യൂ ഉള്ളതുകൊണ്ട് തന്നെ അത് മോർ നെഗറ്റീവ് ആണോ ലെസ് നെഗറ്റീവ് ആണോ എന്നാണ് നമ്മൾ നോക്കാറ്. അപ്പോൾ അത് പഠിക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇത്രയും നോക്കിയാൽ മതി. ഒരു ഇലക്ട്രോണെ ആഡ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണെങ്കിൽ, ഒരാറ്റത്തിലോട്ട് പല കാരണങ്ങൾ ഉണ്ടാവാം, പക്ഷേ അത് ആഡ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണോ ഇലക്ട്രോൺ, അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ എൻതാൽപ്പി ലെസ് നെഗറ്റീവ് ആയിട്ട് മാറും. അതായത് ആ ആറ്റത്തിന് ഒട്ടും ഇഷ്ടമല്ല ഇലക്ട്രോണെ മേടിക്കാൻ, അങ്ങനെ പല കാരണങ്ങൾ ഉണ്ടായിട്ടും ഇലക്ട്രോണെ മേടിക്കാൻ ഇഷ്ടമല്ല, ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഇലക്ട്രോൺ എൻതാൽപ്പി ലെസ് നെഗറ്റീവ് ആകും. എന്നാൽ ഇവിടെ വളരെ ഈസി ആയിട്ട് ഇലക്ട്രോണെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആ ഒരു ആറ്റത്തിലോട്ട് എനിക്ക് ഇലക്ട്രോണെ ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ, ഒരു ഇലക്ട്രോണെ കൂടി ഗെയിൻ ചെയ്യാൻ ആ ആറ്റത്തിന് പറ്റും എങ്കിൽ ഇലക്ട്രോൺ എൻതാൽപ്പി മോർ നെഗറ്റീവ് ആവും. ഇത് നമ്മളെ ഗ്രൂപ്പിലും പീരീഡിലുള്ള വേരിയേഷൻ പഠിക്കാൻ സഹായിക്കും. അപ്പോൾ ഈസി ആണെങ്കിൽ മോർ നെഗറ്റീവ് ആയിരിക്കും, ആഡ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണെങ്കിൽ ലെസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ രണ്ട് ഫാക്ടേഴ്സിലാണ് ഇലക്ട്രോൺ എൻതാൽപ്പി ഡിപ്പെൻഡ് ചെയ്യുക. ഒന്ന് അതിൻ്റെ ആറ്റോമിക് സൈസ്. ഒന്ന് ആലോചിച്ച് നോക്കാം, സൈസ് കൂടുന്തോറും ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണെ ഹോൾഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ദൂരം കൂടുതലായതുകൊണ്ട് അതിനെ പിടിച്ചു നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനിയും ഒരു ഇലക്ട്രോണയും കൂടി കയറ്റുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. കാരണം അവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് ന്യൂക്ലിയസിന് പറ്റില്ല, വലിയ ആറ്റം ആകുമ്പോൾ. അങ്ങനെ വരുമ്പോഴത്തേക്കും ഡിഫിക്കൽട്ട് ആണെങ്കിൽ എന്ത് പറ്റും? ലെസ് നെഗറ്റീവ് ആവും. സോ ആറ്റോമിക് സൈസ് ബിഗർ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ ആഡ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. സോ എന്ത് പറ്റും? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ലെസ് നെഗറ്റീവ് ആയിട്ട് മാറും. ഇനി അതേപോലെ അടുത്തൊരു ഫാക്ടർ വരുന്നതാണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ന്യൂക്ലിയർ ചാർജ്, ന്യൂക്ലിയസിന്റെ ആ ചാർജ് വളരെ കൂടുതലാണെങ്കിൽ വരുന്ന ഇലക്ട്രോൺ ആഡ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ന്യൂക്ലിയസ് ഈസി ആയിട്ട് അതിനെ ഹോൾഡ് ചെയ്ത് പിടിച്ചെടുക്കും. അതിന് ഇലക്ട്രോൺ ആഡ് ചെയ്യാൻ ഈസി ആണെങ്കിൽ എന്തായിരിക്കും? മോർ നെഗറ്റീവ് ആയിട്ട് മാറും. അറ്റോമിക് സൈസ് കൂടുമ്പോൾ ലെസ് നെഗറ്റീവും, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്തോറും എന്ത് പറ്റുന്നു? അവിടെ മോർ നെഗറ്റീവ് ആയിട്ടായിരിക്കും മാറും. സോ ഇറ്റ് ഈസ് ഈസി ടു ആഡ് ആൻ ഇലക്ട്രോൺ. അതുകൊണ്ട് തന്നെ മോർ നെഗറ്റീവ്. അപ്പോൾ നമുക്ക് ആ ഫാക്ടേഴ്സ് ഒന്ന് നോക്കിയാലോ. രണ്ട് ഫാക്ടേഴ്സ് അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അഫക്ട് ചെയ്യുന്നത്. ഒന്ന് ആറ്റോമിക് സൈസ്, നമ്മൾ പറഞ്ഞു ആറ്റോമിക് സൈസ് കൂടുന്നതനുസരിച്ച് ഇലക്ട്രോൺ ആഡ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. അപ്പോൾ എന്ത് പറ്റും? അവിടെ ലെസ് നെഗറ്റീവ് ആയിട്ട് മാറും. എന്നാൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ഈസി ആയിട്ട് ഇലക്ട്രോൺ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ത് പറ്റും? മോർ നെഗറ്റീവ് ആയിട്ട് മാറും. വളരെ ഈസി ആയിട്ട് ഈ ഒരു രണ്ട് ഫാക്ടേഴ്സ് പഠിക്കാം. ഈ രണ്ട് ഫാക്ടേഴ്സ് വെച്ച് തന്നെയാണ് നമുക്ക് ഗ്രൂപ്പിലും പീരീഡിലും വരാം. ആദ്യം നമുക്ക് പീരീഡിൽ നോക്കാം, വേരിയേഷന്റെ പീരീഡിൽ എങ്ങനെയാക്കി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വേരി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പീരീഡിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പീരീഡിൽ ന്യൂക്ലിയർ ചാർജ് കൂടിക്കൊണ്ടിരിക്കുക. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ പീരീഡിൽ നമ്മൾ ഇങ്ങനെയാണ് പീരീഡ് നോക്കുക. അതിൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എങ്ങനെയായിരിക്കും? കൂടിക്കൊണ്ട്. ന്യൂക്ലിയർ ചാർജ് കൂടിയാൽ എന്തായിരിക്കും? ഈസി ആയിരിക്കും ഇലക്ട്രോൺ ആഡ് ചെയ്യാൻ. അപ്പോൾ എലോങ് എ ഗ്രൂപ്പ് ഇലക്ട്രോൺ ആഡ് ചെയ്യാൻ ഈസി ആണെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിക്ക് എന്ത് പറ്റും? മോർ നെഗറ്റീവ് ആവും അല്ലേ? കാരണം എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്, വളരെ ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി മോർ നെഗറ്റീവ്. സോ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ബിക്കംസ് മോർ നെഗറ്റീവ് അലോങ് എ പീരീഡ്. എന്തുകൊണ്ടാ? ബിക്കോസ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഈസ് ഇൻക്രീസിംഗ് ഇൻ എ പീരീഡ്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നതുകൊണ്ട് തന്നെ ഈസി ആയിരിക്കും ഇലക്ട്രോൺ ആഡ് ചെയ്യാൻ. അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്തായിരിക്കും? മോർ നെഗറ്റീവ് ആയിട്ട് വരും. അപ്പൊ ഗ്രൂപ്പിൽ എങ്ങനെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാലോ. ഡൗൺ ദ ഗ്രൂപ്പ്, താഴോട്ട് പോകുന്തോറും സൈസ് കൂടിക്കൂടി വരിക. സൈസ് കൂടുന്തോറും നമ്മൾ പഠിച്ച കാര്യം എന്താ? ഇലക്ട്രോൺ ആഡ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലെ? ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ അവിടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എങ്ങനെയായിരിക്കും? മോർ നെഗറ്റീവ് ആയിരിക്കും, ലെസ് നെഗറ്റീവ് ആയിരിക്കും? ലെസ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ബിക്കംസ് ലെസ് നെഗറ്റീവ് ഡൗൺ ദ ഗ്രൂപ്പ്. എന്തുകൊണ്ടാ? ആറ്റോമിക് സൈസ് കൂടുതലാണ്. അപ്പൊ ഇലക്ട്രോണെ ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും ആറ്റത്തിന്. അതുകൊണ്ട് തന്നെ അവിടെ ലെസ് നെഗറ്റീവ് ആയിട്ട് വരും.
സോ ഗ്രൂപ്പിലും പീരീഡിലും ഉള്ള ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വേരിയേഷൻ നമ്മൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും അതുപോലെ ആറ്റോമിക് സൈസും ബേസ് ചെയ്തിട്ട് തന്നെ പറയാം. അവിടെയും ഈ പറഞ്ഞ സെയിം കോൺസെപ്റ്റ്, ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ലെസ് നെഗറ്റീവും ആഡ് ചെയ്യാൻ ഈസി ആണെങ്കിൽ മോർ നെഗറ്റീവ്, ഈ ഒരു ഐഡിയ യൂസ് ചെയ്ത് തന്നെ ചെയ്യാനായിട്ട് നോക്കാം. അപ്പൊ ഇത് കൂടാതെ തന്നെ വേരിയേഷനും ഗ്രൂപ്പും പീരീഡും കൂടാതെ തന്നെ 2 ക്വസ്റ്റ്യനുകൾ കൂടി എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ അനുസരിച്ച് ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറും എന്ത് പറ്റുന്നു, ലെസ് നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ ഹാലജൻസിന്റെ ഗ്രൂപ്പ് എടുക്കാൻ പോവാം, 17th ഗ്രൂപ്പ് കേട്ടോ. 17th ഗ്രൂപ്പിൽ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂറിൻ, ക്ലോറിൻ അതുപോലെയുള്ള ആൾക്കാരെ വരാം. ഫ്ലൂറിൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, ബ്രോമിൻ ഉണ്ട്, അയോഡിൻ ഉണ്ട്. അപ്പൊ താഴോട്ട് പോകുമ്പോൾ നമ്മൾ പഠിച്ചെന്താ, ലെസ് നെഗറ്റീവ് ആയിട്ട് വരണം എന്നാണ്. പക്ഷേ ഫ്ലൂറിനും ക്ലോറിനും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലൂറിനും ലെസ് നെഗറ്റീവും ക്ലോറിനും മോർ നെഗറ്റീവാണ്. ശരിക്കും പറഞ്ഞാൽ ക്ലോറിന് ലെസ് നെഗറ്റീവാണ് വരേണ്ടത് നമ്മളിപ്പോൾ പഠിച്ചതനുസരിച്ച്. പക്ഷെ ആക്ച്വൽ കേസിൽ ക്ലോറിന് മോർ നെഗറ്റീവാണ്. അപ്പൊ അതിന്റെ റീസൺ എന്താന്ന് നോക്കണം. വൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ക്ലോറിൻ ഈസ് മോർ നെഗറ്റീവ് ദാൻ ദാറ്റ് ഓഫ് ഫ്ലൂറിൻ, അല്ലെങ്കിൽ വൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് നെഗറ്റീവ് ദാൻ ക്ലോറിൻ. ഗ്രൂപ്പിൽ യൂഷ്വലി നോർമൽ ട്രെൻഡ് എങ്ങനെയാ, ലെസ് നെഗറ്റീവ് ആയിട്ട് വരാം. പക്ഷെ ഇവിടെ ക്ലോറിന് മോർ നെഗറ്റീവാണ്, താഴെ കിടക്കുന്ന ആൾ. അപ്പൊ അതിന്റെ റീസൺ എന്താണെന്ന് നോക്കണം. അതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് രണ്ടുപേരുടെയും ഇലക്ട്രോൺ ആറ്റങ്ങളൊന്ന് നോക്കാം. ഫ്ലൂറിന്റെ കേസിൽ വരുന്നത് 9 ആണ്. അപ്പോൾ 1s2 2s2 2p5 ആണ് അവിടെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ 2pയിലാണ് ഇലക്ട്രോൺ, ഇനി ഒരു ഇലക്ട്രോൺ കൂടി ആഡ് ചെയ്താൽ അത് 2pയിലേ പോവുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവസാനത്തെ ഷെല്ല് എന്ന് പറഞ്ഞാൽ 2p സബ് ഷെല്ല്. 2pയുടെ പ്രശ്നം 2p വളരെ ചെറുതാണ്. അപ്പോൾ സൈസ് ചെറുതായതുകൊണ്ട് തന്നെ ഇനി ഒരു ഇലക്ട്രോൺ കൂടി മേടിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ഡിഫിക്കൽട്ടാണ്. കാരണം ഇപ്പം നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക, നിങ്ങളുടെ ക്ലാസ്സുകളിൽ ഓരോ ബെഞ്ചുകൾ നോക്കാം. സാധാരണ ഒരു ബെഞ്ചിൽ 4 പേര് അല്ലെങ്കിൽ 5 പേര് ഇരിക്കാൻ പറ്റും. ഇനിയും ഒരാളെയും കൂടി ഇരുത്താം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കാരണം അപ്പോൾ അവരെന്തുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുണ്ടാവും, റിപ്പൾഷൻസ് ഉണ്ടാവും. സെയിം കാര്യം ഈ ഫ്ലൂറിന്റെ കേസിലും 2p എന്ന് പറയുന്ന സബ്ഷെല്ലാണ് ഉള്ളത്. അത് വളരെ ചെറുതാണ്. ആ ചെറിയ ഇതിൽ ഓൾറെഡി 5 എണ്ണം ഉണ്ട് ഇലക്ട്രോണുകൾ. ഇനി ഒരു ഇലക്ട്രോണും കൂടി ആഡ് ചെയ്താൽ ഈ ഇലക്ട്രോണുകൾ തമ്മിൽ ഇവിടെ റിപ്പൾഷൻസ് ഉണ്ടാവും. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ റിപ്പൾഷനെ ഒഴിവാക്കാൻ കുറച്ച് എനർജി നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓവറോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, റിപ്പൾഷൻ ഉള്ളതുകൊണ്ട് ലെസ് നെഗറ്റീവായിട്ട് മാറും കേട്ടോ. ഫ്ലൂറിന്റെ കേസിൽ ഇലക്ട്രോണെ ആഡ് ചെയ്യുമ്പോൾ ചെറിയ സബ്ഷെല്ലാണ് 2p എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇലക്ട്രോണെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റുന്നു, അവിടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് റിപ്പൾഷൻ ഉണ്ടാവും. ആ റിപ്പൾഷൻ കാരണം ലെസ് നെഗറ്റീവായിട്ടായിരിക്കും വരാം. ഓക്കെ, എന്നാൽ നമ്മൾ ക്ലോറിനിലോട്ട് പോകാന്ന് വെച്ചോ. ക്ലോറിൻ 17 വരാം. അപ്പോൾ അതിന്റെ ആറ്റോമിക് നമ്പർ വെച്ചിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയ 1s2 2s2 2p6 3s2 3p5 എന്നായിരിക്കും വരാം. 3s2 3p5 വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3p എന്ന് പറയുന്നത് കുറച്ചുകൂടി വലുതാ. ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ 2 ബെഞ്ചുകൾ ഒരുമിച്ചിരുന്ന പോലെ ആയിരിക്കും. 2pനേക്കാളും ഇരട്ടി വലിപ്പമുണ്ട് 3pക്ക്. അപ്പോൾ അതിൽ നമ്മൾ ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ റിപ്പൾഷൻ ഉണ്ടാവുമോ? കാരണം കുറേ സ്പേസ് ഉള്ളതുകൊണ്ട് ഇല്ല. ദൂരെയൊക്കെ നമുക്ക് കയറിയിരിക്കാൻ പറ്റും അല്ലെ, ഇത്രയും ബെഞ്ചുകളുള്ളൂ. അതേപോലെ തന്നെ 3p വളരെ സൈസ് കൂടുതലായതുകൊണ്ട് അവിടെ ഈസി ആയിട്ട് 6 ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോൺ കൂടി വന്നാൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. റിപ്പൾഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും, ഇലക്ട്രോൺ എൻതാൽപ്പി മോർ നെഗറ്റീവ് ആയിരിക്കും. റിപ്പൾഷൻ ഉണ്ടെങ്കിൽ കുറച്ച് എനർജി അവിടെ യൂസപ്പ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ലെസ് നെഗറ്റീവ്. പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല, മോർ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും വരാം. സോ ക്ലോറിന്റെ കേസിൽ സൈസ് കൂടുതലാണ്, ഫ്ലൂറിന്റെ കേസിൽ എന്താ, സൈസ് കുറവാണ്. 2p ചെറുതായതുകൊണ്ട് തന്നെ റിപ്പൾഷൻ ഉള്ളതുകൊണ്ട്. സോ അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇങ്ങനെ തന്നെയാണ് എക്സാമിന് ചോദിക്കുക. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് നെഗറ്റീവ് ദാൻ ക്ലോറിൻ, വാട്ട് ഈസ് ദ റീസൺ, ഗീവ് റീസൺ എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്താ, സൈസ് ചെറുതായതുകൊണ്ട്, സ്മോൾ സൈസ് ഓഫ് ഫ്ലൂറിൻ. ഇപ്പോൾ ആഡിങ് ആൻ ഇലക്ട്രോൺ ദ 2p ഓർബിറ്റൽ, 2pയിലെ ഓർബിറ്റലിലോട്ടാണ് ഇലക്ട്രോണുകൾ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ സബ്ഷെല്ലിലോട്ടാണ് ഇലക്ട്രോണുകൾ ആഡ് ചെയ്യുക. അത് എന്തിനു വരുന്നു, ഗ്രേറ്റർ റിപ്പൾഷൻ ഉണ്ടാക്കുന്നു. അവിടെ റിപ്പൾഷൻ കൂട്ടുന്നു. ആഡിങ് ആൻ ഇലക്ട്രോൺ ടു 3p, അങ്ങനെ റിപ്പൾഷൻ താൻ ആഡിങ് ആൻ ഇലക്ട്രോൺ. പുതിയൊരു ഇലക്ട്രോണെ 3pയിൽ ആഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവിടെ 2pയിൽ റിപ്പൾഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ ലെസ് നെഗറ്റീവ് ഇലക്ട്രോൺ എൻതാൽപ്പി ആയിരിക്കും വരാം. ഇതാണ് ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ മാത്രമല്ല, ലാസ്റ്റ് ഇയറിൽ ചോദിച്ചപ്പോൾ ഇതുപോലെ അല്ല ചോദിച്ചത്, ഫ്ലൂറിൻ ക്ലോറിൻ അല്ല. സിമിലർ കണ്ടീഷൻ 16ാമത്തെ ഗ്രൂപ്പിലുള്ള ആൾക്കാരായിട്ടുള്ള ഓക്സിജന്റെയും സൾഫറിന്റെയും കേസിലും ഇതേ കാര്യം തന്നെ വരും. അപ്പോൾ ഫ്ലൂറിന് പകരം ഓക്സിജനും ക്ലോറിന് പകരം സൾഫറും ആയി എന്ന് മാത്രം. ബാക്കി എല്ലാ റീസണും ഇത് തന്നെ, സൈസിന്റെ കാര്യം തന്നെ. അവിടെയും 2pയും ഓക്സിജനിൽ 2pയും സൾഫറിലെ 3p വരാം. സെയിം റീസൺസ്. അപ്പൊ അവിടെ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഓക്സിജൻ ഈസ് ലെസ് നെഗറ്റീവ് ദാൻ ദാറ്റ് ഓഫ് സൾഫർ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്, ഗീവ് റീസൺ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നോക്കിയേക്കാം. അപ്പോൾ ഈ രീതിയിൽ അതിനെ ആൻസർ ചെയ്യുക, കൃത്യമായിട്ട്
അതിൻ്റെ ആൻസറുകൾ എഴുതാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റാർ ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളിൽ റിപ്പീറ്റഡ് ടൈം ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതേപോലെ ഒരെണ്ണം കൂടി ഇലക്ട്രോൺ എൻതാൽപ്പിയിൽ ഉണ്ട്. അതാണ് നമ്മുടെ നിയോണിന്റെ കേസ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസുകളുടെ കേസ്. നോബിൾ ഗ്യാസുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഔട്ടർമോസ്റ്റ് ഷെല്ലുകൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. 2p6 3p6 അല്ലെങ്കിൽ അത് ഫുള്ളി ഫിൽഡ് ആയിരിക്കും. അങ്ങനെ ഫുള്ളി ഫിൽഡ് ആയിട്ടിരിക്കുമ്പോൾ സമയത്ത് ഞാൻ ഇനി ഒരു ഇലക്ട്രോണെ കൂടി ആഡ് ചെയ്യാൻ പോയാൽ അത് അടുത്ത ഷെല്ലിലോട്ട് പോകേണ്ടി വരും. അവിടെ ഒരു അൺപെയർഡ് ആയിട്ട് അവിടെ വെറുതെ ഒരു ഇലക്ട്രോൺ കിടക്കും. അപ്പോൾ സ്റ്റേബിൾ ആയിരിക്കും ആ കോൺഫിഗറേഷൻ. അല്ല, ഓൾറെഡി നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷനിൽ ഇരിക്കുക. ഇനി ഒരു ഇലക്ട്രോണേയും കൂടി ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ വെറുതെ ഡിഫിക്കൽട്ട് അല്ല. ഡിഫിക്കൽട്ട് ആകുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ, ലെസ് നെഗറ്റീവ് ആണ്. ഇവിടെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ആ നെഗറ്റീവ് വാല്യൂ ലെസ് കുറഞ്ഞ് മോർ പോസിറ്റീവ് വാല്യൂ ആയിട്ട് മാറും. സോ നോബിൾ ഗ്യാസസിന്റെ അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസിന്റെ കേസിൽ ഇലക്ട്രോൺ എൻതാൽപ്പി പോസിറ്റീവ് ആണ്. ആൻഡ് വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ് എന്ന് അല്ലെങ്കിൽ ഗീവ് റീസൺ എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ കംപ്ലീറ്റ്ലി ഫിൽഡ് ഷെൽ. സബ് ഷെല്ലുകൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഓർബിറ്റൽസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയതുകൊണ്ട് ഒരു ഇലക്ട്രോണും കൂടി ആഡ് ചെയ്യാൻ വിൽ ബി വെരി ഡിഫിക്കൽട്ട്. ഇലക്ട്രോൺ ആഡ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ലെസ് നെഗറ്റീവ് ആണ് നോർമലി പറയാം. പക്ഷെ ഇവിടെ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് മോർ പോസിറ്റീവ് വാല്യൂ ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗീവ് റീസൺ ആയിട്ട് 1 മാർക്കിന്റെ ചോദ്യങ്ങളായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനുകളും ഇലക്ട്രോൺ എൻതാൽപ്പിയുടെ കാര്യങ്ങളും എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നല്ല അടിപൊളിയായിട്ട് നോക്കാം. ഇനി ഇത് നിങ്ങൾക്ക് ഈസി ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതെന്തായാലും ഷെയർ ചെയ്യുക. സോ സബ്സ്ക്രൈബ് ന്യൂട്ടൺസ് യൂട്യൂബ് ചാനൽ. ന്യൂട്ടൺസിന്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് എന്തായാലും ആക്സസ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. എക്സാമുകൾക്ക് നല്ല മാർക്കുകൾ സ്കോർ ചെയ്യുക എല്ലാവരും.